വീട്ടിൽ കരണ്ട് പോയാലും അവിടുത്തെ ആളുകൾക്ക് സന്തോഷത്തിന്റെ പ്രകാശം കിട്ടും, വല്ലാഹി കിട്ടും. ആ വീട്ടിൽ കഷ്ടപ്പാടാണെങ്കിലും അവിടുത്തെ ആളുകൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. ചില ഓട്ടോറിക്ഷയുടെ ബാക്കിലൊക്കെ കാണാം ഭാര്യമാരുടെ പേരെഴുതി വെച്ച്. ഞാൻ പലപ്പോഴും ചോദിക്കലുണ്ട് ഇത് ആരുടെ പേരാണ്? രണ്ട് കുട്ടികളുടെ പേര്. മുന്നത്തെ പേരാതാണ്, ഭാര്യന്റെ പേരാണ്. എന്റെ ഭാര്യന്റെ മുന്നിൽ എഴുതിച്ച് ഓള് വന്നതിന് ശേഷം പോലെ വീട്ടിലൊരു സന്തോഷവും സമാധാനം. എന്റെ ജീവിതം മുമ്പ് എന്താ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മറക്കാതെക്കാനും. എന്റെ കുട്ടികൾ എന്റെ തുണയാണ്, പക്ഷെ ഞാൻ അവരുടെ ബാക്കിലാണ് എഴുതിച്ചിരിക്കുന്നത്. മുന്നിൽ ഞാൻ എന്റെ വണ്ടിന്റെ മുന്നിൽ എന്റെ വൈഫിന്റെ പേര് എഴുതാൻ കാരണം അവള് വന്നതിന് ശേഷമാണ്. വീട്ടിക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാത്തുക്കുണ്ടാവോള് പാവാണ്. സഹോദരങ്ങൾ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഇണ സന്തോഷവതിയാണെങ്കിൽ നമ്മളും റാഹത്താകും, ടെൻഷൻ ആണെങ്കിലും. പക്ഷെ ഒരൊറ്റ ചോദ്യം, ആ സന്തോഷവതി അവളെ ആക്കേണ്ടത് ആരാണ്? നമ്മളെ വാപ്പിയാണോ? നമ്മുടെ അമ്മയാണോ? നമ്മുടെ കുട്ടികളാണോ? അല്ല, ഞാനും നിങ്ങളുമാണ്. എന്റെ ഭാര്യ സന്തോഷവതിയാണെങ്കിൽ വീട് സന്തോഷമാകുമെങ്കിൽ എന്റെ ഭാര്യയെ സന്തോഷവതിയാക്കേണ്ടത് ഞാനും നിങ്ങളുമായ ഭർത്താക്കന്മാരാണ്. സഹോദരങ്ങളെ, ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലത്തെ ദഅവാ പ്രവർത്തനം നിർവഹിച്ചതിന്റെ സംഗ്രഹമായി എണ്ണി ഏറ്റവും അർത്ഥഗാംഭീര്യമുള്ള പോയിന്റുകൾ മാത്രം സംസാരിച്ച പ്രവാചകന്റെ ഖുത്ബയാണ് ഹജ്ജത്തുൽ വദാ. ആ ഹജ്ജത്തുൽ വദാഇൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയുള്ള മുഴുവൻ ഞാനടക്കമുള്ള പുരുഷന്മാർ